മാങ്ങയുടെ സീസണില്ലേ, അപ്പം നമുക്ക് മാങ്ങയും പാവയ്ക്കും ക്യാരറ്റും എല്ലാം കൂടെ ഒന്ന് അച്ചാറിട്ടാൽ അച്ചാർ പൊടിയൊന്നും ഇല്ലാതെ എണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം നമുക്ക് ഉലുവയും കടുകും പൊട്ടിച്ചെടുക്കാം. ഉലുവയും കടുകും പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പിത് പോരാ കേട്ടോ, കുറച്ചും വന്നിട്ട് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നീളത്തിലരിഞ്ഞ ക്യാരറ്റാണ്. ഇതൊന്ന് പതിയെ വാടി വന്നു. നമ്മൾ ഈ ഇളക്കി കൂട്ടുന്ന സമയത്ത് അത് വാടിയിട്ടുണ്ട്. അത്ര ഒന്ന് വാടിയാൽ മതി, വെന്ത് പോരുത് കേട്ടോ. ആ ക്യാരറ്റിൻ്റെ കളറ് പോയിരിക്കാൻ വേണ്ടി കുറച്ച് ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നുള്ളുള്ള പാവയ്ക്ക് മാങ്ങയുടെ കളറൊക്കെ പോയിരിക്കും കേട്ടോ. പച്ചക്കളറൊക്കെ തന്നെ. ഇനി നമുക്കിതിലേക്ക് പാവയ്ക്ക് ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാതെ കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാമല്ലോ, അത് തികയത്തില്ല. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം ഇളക്കി ചേർക്കാനായിട്ട് ഒരു 2-3 മിനിറ്റ് മാത്രം തീ മതി കേട്ടോ. അത് തീ അങ്ങ് ഓഫ് ചെയ്യണം നമുക്ക്. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി തീ അങ്ങ് ഓഫ് ചെയ്യുകയാണ്. ഇനി നമ്മളിതിലേക്ക് തിളപ്പിച്ചാറ്റിയ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. തിളപ്പിച്ചാറ്റിയ വെള്ളം ചേർത്ത് കൊടുക്കാമല്ലോ കേട്ടോ. 1 ഗ്ലാസ് വെള്ളം. ഒരുപാട് സമയമൊന്നും നമ്മൾ ചൂടാക്കില്ലെങ്കിലും ഇതിൻ്റെ ചെറിയ ചൂടുണ്ടാകും കേട്ടോ. ആ ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ കുപ്പിയിലേക്കാക്കി ഇട്ട് വയ്ക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ്. പച്ചമുളക് മാത്രം അരിഞ്ഞ് ചേർത്താൽ മതി കേട്ടോ. പിന്നെ വിനാഗിരി, ഇഞ്ചിയും കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ, വേറെ മുളക് പൊടിയോ ഒന്നും ചേർക്കണ്ട കേട്ടോ. ഉപ്പൊന്ന് നോക്കിക്കോട്ടെ. ഉപ്പുണ്ട് കേട്ടോ. ഇനി ഉപ്പൊന്നും ചേർക്കണ്ട. ഇപ്പം എല്ലാവരും ഈ അച്ചാറിന് ഇട്ട് വെക്കണേ, മാങ്ങാക്കാലമൊക്കെ കഴിയുന്നതിന് മുമ്പ്. നല്ല ടേസ്റ്റാണ് അച്ചാറിന്. വേവിച്ച് കളയത് ആ കാര്യം പ്രത്യേകം ഓർക്കണേ. കൂടി വന്നൊരു 3 മിനിറ്റ് അത്രയും സമയം ഇതൊന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ. 3 മിനിറ്റ് പോലും വേണ്ട, 2.5 മിനിറ്റ് മതി എല്ലാം കൂടെ അടുപ്പത്ത് വെച്ച് ഇളക്കി കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, ബൈ. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.